സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഗാസ സിറ്റിയിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള അബു ഒബേദ കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ തങ്ങൾ ലക്ഷ്യം വെച്ചു എന്നല്ലാതെ അബു ഒബേദ കൊല്ലപ്പെട്ടതായി IDF അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഞായറാഴ്ച നടന്ന മന്ത്രിസഭാ മീറ്റിംഗിൽ, ക്യാബിനറ്റ് മീറ്റിംഗിൽ നെതന്യാഹു ഈ വിവരം പറഞ്ഞതായാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ പബ്ലിക്കായി ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല എങ്കിലും സൗദി ചാനലായ അൽ അറേബ്യ അബു ഒബേദയെ കൊല്ലപ്പെട്ടതായി വാർത്തകൾ ലഭിക്കുന്നു എന്ന് വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഈ അബു ഒബേദ എന്ന് പറയുന്നയാള് നമുക്കത്ര കേട്ടുപരിചയമുള്ള മുഖമല്ലെങ്കിലും ഇദ്ദേഹമാണ് ശരിക്കും സിംബൽ ഓഫ് ഹമാസ് ആയി അറബ് ലോകത്ത് അറിയപ്പെടുന്നത്. ഇത് ഹമാസിന്റെ സിംബലാണ്. ഇദ്ദേഹത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഇദ്ദേഹമാണ് ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ. പക്ഷെ അദ്ദേഹം മുഴുവനായും മുഖം മൂടിക്കെട്ടി 2 കണ്ണുകൾ മാത്രം പുറത്ത് കാട്ടിയാണ് അദ്ദേഹം നിൽക്കുക. ഈ 2 കണ്ണുകൾ ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ സ്കാർഫ് കൊണ്ട് കവർ ചെയ്ത് പൊതിഞ്ഞിട്ടാണ് ആ മനുഷ്യനെ കണ്ടിട്ടുള്ളത്. 2004 മുതൽ ഇദ്ദേഹം ഈ ഭീകരപ്രവർത്തകരുടെ സ്പോക്സ് പേഴ്സൺ ആണ്. 2006 ഇസ്രായേലിന്റെ IDFന്റെ ഒരു പട്ടാളക്കാരൻ ഗിലാദ് ഷാലിദിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത ഇദ്ദേഹമാണ് സ്പോക്സ് പേഴ്സണായി വന്ന് ലോകത്തോട് അനൗൺസ് ചെയ്തത്. അന്ന് മുതൽ ഇദ്ദേഹം ഇസ്രായേലിലെ ഏറ്റവും വലിയ ദുശകുനമാണ്. ഈ മനുഷ്യന്റെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിലും വലിയൊരു ദുശകുനം കാണാനില്ല. കാരണം മുഖം എന്ന് പറയുന്ന ഒരു സാധനം ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം മുഴുവനായി മൂടിക്കെട്ടി ഇദ്ദേഹത്തിന് 2 കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്നത് പോലെയാണ് നിൽക്കുക. ഇനിയിപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഇടയിലാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഹമാസ് പീപ്പിളിന്റെ ഇടയിലാണ് ഇദ്ദേഹം വരുന്നതെങ്കിൽ അവരൊക്കെ ഡാർക്ക് ഷെയ്ഡുള്ള മുഖം മൂടികൾ ഉപയോഗിക്കുമ്പം ഇദ്ദേഹം പാലസ്തീനികളുടെ ടിപ്പിക്കലായിട്ടുള്ള വെള്ളയും റോസ് റെഡ് കളറുള്ള, വെള്ളയിൽ റോസ് റെഡ് കളറുള്ള ഫ്ലവേഴ്സ് ഉള്ള ഒരു മുഖംമൂടി ഉണ്ടല്ലോ, സാധാരണ പിന്നെ അവിടെയുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പാലസ്തീൻ പ്രതിഷേധക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കളറുണ്ടല്ലോ, ആ കളറിലുള്ള ഒരു മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സാധാരണ പ്രത്യക്ഷപ്പെടുക. പക്ഷെ ഇദ്ദേഹത്തിന്റെ മുഖം ഒരിക്കലും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മുഖം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇസ്രായേല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത മുഖം അവർ പബ്ലിഷ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതാണോ അയാളുടെ ശരിക്കുള്ള മുഖം എന്നറിയില്ല. പക്ഷെ ഇദ്ദേഹം ഹീസ് ഫേമസ് ഇസ് അബു ഒബേദ എന്നാണ്. അറബ് ലോകത്തിൽ ഇദ്ദേഹത്തെ അറിയാത്ത ആളുകളില്ല. അറബ് ലോകത്തിൽ ഹമാസിന്റെ സിംബലായി, പാലസ്തീനിന്റെ സിംബലായി കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത് ഈ മറയ്ക്കപ്പെട്ട മുഖമുള്ള 2 കണ്ണുകൾ മാത്രമാണ്. അപ്പൊ ഇദ്ദേഹമാണ് നിരന്തരമായി ഇങ്ങനെ വളരെ ചില്ലിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ആള് എന്ന നിലയ്ക്ക് അബു ഒബേദ എന്നും ഇസ്രായേലിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു. അപ്പൊ ഈ ദിവസം ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹം വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു മെസ്സേജ് പുറത്തു വന്നിട്ടുള്ളത്. ആ മെസ്സേജിൽ ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഗാസ സിറ്റി കീഴടക്കാൻ വരുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ IDF ഗാസ സിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹമാസിന്റെ ഭീകരർ എത്രത്തോളം റിസ്ക് അനുഭവിക്കുന്നുണ്ടോ അതേ റിസ്ക് തന്നെയാണ് നിങ്ങളുടെ ബന്ധികൾക്കും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ഹമാസിന്റെ ഭീകരർക്ക് നേരെ അയക്കുന്ന ഓരോ വെടിയുണ്ടെയും നിങ്ങളുടെ ബന്ധിയുടെ നെഞ്ചിൽ പതിയാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതിനകത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു മെസ്സേജാണ് ഇയാളിൽ നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വന്നിട്ടുള്ളത്. അതാണ് ലാസ്റ്റ് മെസ്സേജ്. അതിനുശേഷം ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇദ്ദേഹം ഉണ്ട് എന്ന് വിചാരിച്ച പാർപ്പിട സമുച്ചയത്തിലെ ഒരു ഫ്ളാറ്റിനകത്തേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് ഇദ്ദേഹം പിന്നെ ടണലിലോ അല്ലെങ്കിൽ അത്തരം ഒളിസ്ഥലങ്ങളിലോ ബങ്കറിലോ ഒന്നും ആയിരുന്നില്ല. സാധാരണ ആളുകൾ താമസിക്കുന്നതിന്റെ ഇടയിലാണ് താമസിച്ചത്. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഒരു പാർപ്പിട സമുച്ചയം 100 വീടുകളുടെ ഒരു പാർപ്പിട സമുച്ചയത്തിലാണെങ്കിൽ ഒരു ഫ്ളാറ്റ് മാത്രം തകർക്കാൻ പോകുന്ന സ്ഫോടക വസ്തുക്കൾ അടങ്ങുന്ന മിസൈലുകൾ പോലുമുള്ള പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഇവരുടെ കയ്യിലുണ്ട്. അത് വലിയ എക്സ്പ്ലോഷൻ ആണെങ്കിൽ കൂടി വളരെ ലിമിറ്റഡ് ഏരിയയിലേക്ക് ചുരുങ്ങി നിൽക്കുന്ന തരം എക്സ്പ്ലോഷൻസ് ഉണ്ട്. അത്തരം എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ 11 പേരും, കുട്ടികളടക്കം 11 പേരും കൊല്ലപ്പെട്ടതായി പട്ടാള വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് തങ്ങളുടെ 11 ആളുകളെ ഭക്ഷണം വാങ്ങാൻ പോയതിനിടയിലൂടെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽ ജസീറയുടെ ഇപ്പൊ ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണം വാങ്ങാനിടയിൽ പോയതിനിടയിലൂടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് മിക്കവാറും ഈ അബു ഒബൈദയുടെ കൂടെ കൊല്ലപ്പെട്ട ആളുകളായിരിക്കണം. അതിനകത്ത് കുട്ടികളും ഉള്ളതായി IDF വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്
പത്രപ്രസ്താവനകൾ IDF നടത്തിയിട്ടില്ല. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രസ്താവനകൾ പുറത്തു വന്നിട്ടില്ല. ഇത് വാർത്തകൾ പുറത്തു വരുന്നത് സൂചിപ്പിക്കുന്ന സംഗതിയാണ്. കൂടാതെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ ഇദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഹമാസിന്റെ മുഖമാണ്, കണ്ണുകൾ മാത്രമുള്ള ഒരു മുഖമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾക്ക് ഭയങ്കര സ്വീകാര്യതയാണ് അറബ് വേൾഡിൽ. അറബ് വേൾഡിൽ ഇതിന് എത്രത്തോളം സ്വീകാര്യതയുണ്ടോ അത്രത്തോളം തന്നെ ഭീകരത ഇത് ജൂയിഷ് വേൾഡിലും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിരന്തരമായി ഇദ്ദേഹം ടെലിവിഷനിൽ വരികയും ഇദ്ദേഹം തന്നെ ഇദ്ദേഹം പറയുന്ന ഈ കണ്ണുകളുള്ള മനുഷ്യൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഹമാസിന്റെ പീസ് പ്രപ്പോസലിനെ കുറിച്ച്, 60 ദിവസത്തെ വെടിനിർത്തലിനെ കുറിച്ച്, ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്റർനാഷണൽ മീഡിയയിൽ ഹമാസിന്റെ ഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത് ഈ കണ്ണുകൾ മാത്രമുള്ള മുഖത്തു നിന്നാണ്. അപ്പൊ ഇദ്ദേഹം ഹമാസിന്റെ പോരാളിയാണ്, അതുകൂടാതെ തന്നെ അതിന്റെ സ്പോക്സ് പേഴ്സണുമാണ്. അപ്പൊ ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് എന്ന മട്ടിലാണ് IDFന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നേരെ മറിച്ച് ഹമാസ് ഈ വാർത്ത വെഹമന്റ് ആയിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല, ഇത് സൈക്കോളജിക്കൽ വാറാണ്. കാരണം ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഗാസ റീജിയനിലുള്ള ആളുകളുടെ മേലെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും അറബ് വേൾഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ വലുതാണ്. എല്ലാം കൈവിട്ട് പോകുന്നു, അവസാനത്തെ കച്ചിത്തുരുമ്പും പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇവരുടെ ഇടയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പിന്നെ ഒരു സൈക്കോളജിക്കൽ വാറിന്റെ ഭാഗമായി ജൂയിഷ് വേൾഡിൽ നിന്ന് വരുന്ന, ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു തെറ്റായ വാർത്തയാണ് ഇത് എന്നാണ് ഹമാസ് പറയുന്നത്. ഇത് യാഹ്യ സിൻവാർ അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും ഇവർ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. യാഹ്യ സിൻവാർ കൊല്ലപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ടതിന്റെ അയാളെ ഇവിടെ ചിത്രമൊക്കെ എടുത്ത് കാണിച്ച് പിന്നെയും ആഴ്ചകൾക്ക് ശേഷമാണ് ഹമാസ് പറയുന്നത് അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പൊ അവരുടെ ഭാഗത്തുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് ആ വാർത്തകൾ ഒരിക്കലും ഒരു കൺഫേം ചെയ്യാറില്ല, സ്വയമായിട്ടൊരു കൺഫേം ചെയ്യാറില്ല. കാരണം അത് അവരുടെ നേരെയുള്ള വലിയൊരു സൈക്കോളജിക്കൽ ബ്ലോ ആയിട്ട് ആക്ട് ചെയ്യും. അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ വല്ലാതെ തളർന്നു പോകും. ഹമാസ് ഭീകരൻ തന്നെ തുടങ്ങി. ഇപ്പൊ ഭീകരൻ എന്ന് പറയാൻ കുറെ കുഞ്ഞു പിള്ളേരാണ് ഉള്ളത്, ബാക്കിയുള്ളവരെ മുഴുവൻ ഇവർ കൊന്നു കളഞ്ഞു. അപ്പം ഈ മേലെയുള്ള അപൂർവമായിട്ടുള്ള പഴയ തഴക്കവും പഴയ 2004 മുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ഹമാസ് റിക്രൂട്ടുകളെ സംബന്ധിച്ച് അത് വലിയ ഭീകരമായ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പാക്ട് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാർത്ത ഹൂതികളുടെ നേരെ ഉണ്ടായ ആക്രമണം, അതിനെ സംബന്ധിച്ച് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ചില കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അഹമ്മദ് ഗലാബ് നാസർ അൽ റഹാവി കൊല്ലപ്പെട്ടു എന്ന കാര്യം അവർ സമ്മതിക്കുന്നു. കൂടാതെ ചില മിനിസ്റ്റേഴ്സ് മരിച്ചിട്ടുണ്ട്. ഈ ചില മിനിസ്റ്റേഴ്സ് ആരാണ് എന്നുള്ളത് ഹൂതികൾ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ സൗദി ന്യൂസ് ആയിട്ടുള്ള അൽ ഹദാത്ത് എന്ന് പറയുന്ന ചാനല് 5 മിനിസ്റ്റേഴ്സിന്റെ പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് മിനിസ്റ്റർ, അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ എടുത്ത്, വിദേശകാര്യ മിനിസ്റ്റർ, അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ എടുത്ത് 5 മിനിസ്റ്റേഴ്സ് ഈ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടതായി അവർ കൺഫേം ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത അബ്ദുൾ മാലിക് അൽ ഹൂതി എന്ന് പറയുന്ന അവരുടെ ഹെഡ് ഓഫ് ഹൂദീസ്, ഹൂദികളുടെ തലവത്തിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം ഇറാനിലെ ഖമനേയി, ഇറാനിൽ ആരാണോ അതിന് തുല്യനായിട്ടുള്ള ഈ ഹൂതികളുടെ നേതാവാണ് അബ്ദുൾ മാലിക് അൽ ഹൂതി. കൂടാതെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, കൂടാതെ അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ്, ഇവരും കൂടി ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ശക്തമായ അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു. ആ അഭ്യൂഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇല്ല എന്നാണ് ഹൂതികളുടെ പത്രക്കുറിപ്പിൽ പറയുന്നതെങ്കിലും സൗദി അറേബ്യയോ അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ഏജൻസികളോ ഒന്നും ഇത് കൺഫേം ചെയ്യാൻ തയ്യാറായിട്ടില്ല. മരിച്ചു എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അഹമ്മദ് ഗലാബ് നാസർ അൽ റഹാവി എന്ന് വിളിക്കുന്ന അവരുടെ പ്രൈം മിനിസ്റ്ററാണ് കൊല്ലപ്പെട്ടതായിട്ട് അവർ കൺഫേം ചെയ്യുന്ന. വേറെ ഏതാനും മിനിസ്റ്റേഴ്സും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ആ മിനിസ്റ്റേഴ്സിന്റെ പേര് അവർ പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിലുള്ള അൽമാലിക് അൽ ഹൂതി, ഡിഫൻസ് മിനിസ്റ്റർ, ചീഫ് ഓഫ് സ്റ്റാഫ്, ഇത്രയും ആളുകൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൂതി ബാക്കിയില്ല എന്ന് വിചാരിച്ചാൽ മതി. കാരണം അവരുടെ തലപ്പത്തുള്ള സംഗതികളെല്ലാം തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ പറഞ്ഞ ആളുകളുടെ, അതായത് അബ്ദുൾ മാലിക് അൽ ഹൂതി, അദ്ദേഹം അങ്ങനെ ഒരിക്കലും പബ്ലിക് മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ആളല്ല. കാരണം അവർക്കറിയാം എവിടെയെങ്കിലും മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ നിമിഷം അവർ തീർന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഈ ഇറാനിലെ പട്ടാള നേതാക്കന്മാരെയും സയന്റിസ്റ്റുകളെയും ഒക്കെ എങ്ങനെയാണ് ഇസ്രായേൽ വകവരുത്തിയതിനെ സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് നമുക്ക് റിപ്പോർട്ട്, അതിന്റെ ഡിസ്കഷൻ വേറെ ദിവസം ചെയ്യാം. അപ്പൊ അത്തരത്തിൽ ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഒരു തരത്തിലുള്ള പബ്ലിക് അപ്പിയറൻസുകളും ഇത്തരം ആളുകൾ നടത്താറില്ല. എവിടെ പബ്ലിക് അപ്പിയറൻസ് നടത്തിയാലും അതെല്ലാം ഇസ്രായേലിന്റെ മൊസാദ് ചാരന്മാർ കറക്റ്റായി ട്രേസ് ചെയ്യുകയും ഇവർ വധിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർ പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ എന്തായാലും ശരി, ഈ 3 ആളുകൾ കൂടി ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അഭ്യൂഹം വളരെ ശക്തമായി നിലനിൽക്കുന്നുമുണ്ട്. ഗാസയിലെ ആക്ടിവിറ്റീസ് ഇസ്രായേൽ അശേഷം കുറച്ചിട്ടുള്ള ഇന്റർനാഷണൽ പൊസിഷനും ക്രൈയും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലൂടെ ടർക്കി ഇസ്രായേലിന് കംപ്ലീറ്റ് വ്യോമ ഷിപ്പ് കടൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിമാനങ്ങൾ അവരുടെ എയറിലൂടെ, ഇസ്രായേൽ ഗവൺമെന്റ് വിമാനങ്ങൾ അവരുടെ ഏരിയയിലൂടെ പറക്കാൻ പാടില്ല, എയറിലൂടെ പറക്കാൻ പാടില്ല. ഇസ്രായേൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കപ്പലുകൾ അവരുടെ സീ പെരിഫറിയിൽ വരാൻ പാടില്ല. കൂടാതെ ടർക്കിയുടെ കപ്പലുകൾ ഒന്നും തന്നെ ഇസ്രായേലിന്റെ പോർട്ടിലേക്ക് പോകാനും പാടില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ഇതൊന്നും ഇസ്രായേലിന്റെ മേലെ യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും വരുത്തുന്ന കാര്യമല്ല. കാരണം ഇസ്രായേലിലേക്ക് വരുന്ന എല്ലാ വിമാനങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് വിമാനങ്ങളല്ല. ഇസ്രായേലിലേക്ക് വരുന്ന വിമാനങ്ങൾ പല പല ഏജൻസികളിൽ വരുന്ന വിമാനങ്ങളാണ്. അവയ്ക്കൊന്നും ഈ ബാൻ ബാധകമല്ല. ഷിപ്പുകൾക്കും അത് തന്നെ. അപ്പൊ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായി ഇസ്ലാമിക് വേൾഡിൽ ഒരു പേരെടുക്കാൻ വേണ്ടി ടർക്കി ചെയ്യുന്ന ഒരു സൂത്രം അല്ലെങ്കിൽ ഒരു ഗിമ്മിക്ക് അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.